മാർക്കറ്റിംഗ് കമ്പനികളിലെ തൊഴിൽ പീഡനത്തിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്ത്. ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക്സിന്റെ ക്രൂരതകൾ തുറന്നു പറഞ്ഞ് തിരുവനന്തപുരം സ്വദേശി. ഒപ്പം ജോലി ചെയ്യുന്ന ആൺകുട്ടികളുടെ അടിവസ്ത്രം കഴുകേണ്ടി വന്നിട്ടുണ്ട്. ബ്രഷ് ഇല്ലാതെ കൈ ഉപയോഗിച്ച് ക്ലോസറ്റ് കഴുകിയിട്ടുണ്ട്. മാനേജർ ആയപ്പോൾ ട്രെയിനികളെ ഈ രീതിയിൽ ശിക്ഷിച്ചിട്ടുണ്ടെന്നും യുവതി ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ന്യൂസ് മലയാളം, ദ ബിഗ്ഗസ്റ്റ്. ടാർഗറ്റ് അച്ചീവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇവർ നമ്മളെ കൊണ്ട് ഡെയിലി ഉപ്പ് തീറ്റിക്കുക, പിന്നെ മുട്ടിലെഴയിക്കുക, ഷൂ പോളിഷ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഓപ്പോസിറ്റ് ടീം ബേസാണ്. അങ്ങനെ നമ്മളെ കൊണ്ട് ഓരോ ഇത് ചെയ്യിക്കുക. കുറവായിട്ട് കൊണ്ടുവരുന്ന ആൾക്കാരെ കൊണ്ട് ഒരു ദിവസത്തെ ഫുള്ള് ഡ്യൂട്ടീസ്, അവിടുത്തെ ക്ലീനിങ്, ബാത്റൂം കഴുകൽ, ബാത്റൂം ബ്രഷ് ഇല്ലാണ്ട് കൈ കൊണ്ട് ഉരച്ച് കഴിപ്പിക്കൽ, ഇങ്ങനത്തെ ടൈപ്പ് പണിഷ്മെൻറ്റുകളൊക്കെ ആയിരുന്നു. പിന്നെ ആമ്പിള്ളേരുടെ പിന്നെ ചില ദിവസം പറയും ഇന്ന അടിവസ്ത്രം കഴുകി കൊടുക്കണം എന്ന രീതിയിലുള്ള ഇതൊക്കെ വരും. നമ്മളെയൊക്കെ തന്തിക്കും തള്ളയ്ക്കും ഒക്കെ വിളിക്കുന്ന ടൈപ്പ് ആ ഒരു ഇതാണ്. ക്രൈം ആണെന്ന ആ സമയത്ത് നമുക്ക് ബോധ്യപ്പെട്ടില്ല അല്ലെ? ആ സിറ്റുവേഷൻ ആണോ? ഓർക്കുമ്പോൾ കരച്ചിൽ വരുന്നു. HPLന്റെ ഉൽപ്പന്നങ്ങൾക്ക് വില നിർണ്ണയിക്കുന്നതിലും വൻ തട്ടിപ്പ് നടക്കുന്നു എന്നാണ് ആരോപണം. സ്ഥാപനത്തിന്റെ മുൻ ജീവനക്കാരനായ പാലക്കാട് ശ്രീകൃഷ്ണപുരം സ്വദേശി അരുൺകുമാറാണ് HPLനെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ചത്. കൂടിയ വിലയ്ക്ക് വിറ്റ് നൽകിയാലും ജീവനക്കാർക്ക് വളരെ തുച്ഛമായ കമ്മീഷനാണ് നൽകിയിരുന്നത് എന്നും അരുൺകുമാർ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ഇവരുടെ ഹെഡ് ഓഫീസിൽ നിന്ന് കൊടുത്തയക്കുന്ന റേറ്റും നമ്മൾ ബ്രാഞ്ചിലെത്തുമ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടുന്ന റേറ്റും രണ്ടും നല്ല വ്യത്യാസമുണ്ട്. ഇപ്പോൾ 75 രൂപയുടെ തേയില ബ്രാഞ്ചിലെത്തുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 50-55 റുപ്യക്കാണെന്നുണ്ടെങ്കിൽ നമ്മളത് പുറമേ കൊടുക്കുക 75 റുപ്യാണ്. ഈ 75 രൂപയുടെ സാധനം അതിൽ റേറ്റ് വ്യത്യാസം ഉണ്ടാവും. അതായത് 75 എന്ന് മഷി കൊണ്ട് എഴുതിയത് അവിടെ തന്നെ വായിച്ചിട്ട് 90 രൂപ 100 രൂപ പ്രൈസ് ഇടും. ഈ പ്രൈസ് ഇട്ട് നമ്മളത് ഫീൽഡിൽ ചെന്നിട്ട് 100 രൂപയ്ക്ക് വിൽക്കുമ്പോൾ അല്ലെങ്കിൽ 80-90 രൂപയ്ക്ക് നമ്മളത് വിൽക്കുമ്പോൾ നമ്മളെ പ്രതീക്ഷ എന്താ? ഒരു 10-40 റുപ്യയിലും നമുക്ക് കിട്ടും. ബാക്കിയുള്ളതാണ് അവരുടെ പ്രോഫിറ്റായിട്ട് എടുക്കുള്ളൂ എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് കിട്ടുക വെറും 5 രൂപ മാത്രമാവും. തിരുവനന്തപുരത്ത് നിന്ന് ബിനിൽ ലീല സാബുവും പാലക്കാട് നിന്ന് പ്രസാദ് ഉറുമ്പശ്ശേരിയും തത്സമയം ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കിപ്പം ഹെല്ലോ മലയാളത്തിൽ ചേരുന്നുണ്ട്. ബിനിൽ, പ്രസാദ്, ഗുഡ് മോർണിംഗ്. രണ്ടുപേർക്കും നല്ലൊരു ദിവസം ആദ്യമേ ആശംസിക്കുന്നു. ആദ്യം ബിനിലിലേക്ക് പോവുകയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ബന്ധപ്പെട്ട്. ബിനിൽ, നമ്മൾ ഈ വാർത്ത പുറം ലോകത്തെ അറിയിച്ചതിന് തൊട്ട് പിന്നാലെ തന്നെ ആ ദിവസം മുതൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വെളിപ്പെടുത്തലുകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. അതും ഈ ഒരു മനുഷ്യന് സാധാരണ ചിന്തിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ് ഇവർ നേരിടേണ്ടി വന്ന ക്രൂരതകൾ. ഇതെന്തിനാണ്? ഇതിനൊരു ന്യായീകരണം എന്താണെന്ന് പോലും മനസ്സിലാകുന്നില്ല. എന്തിനീ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു? ഉദ്യോഗാർത്ഥികൾ അവർ പുറത്തു പറയാത്തത് ഗതികേട് കൊണ്ട് പുറത്തു പറയാതിരിക്കുന്നു, പേടിച്ച് പുറത്തു പറയാതിരിക്കുന്നു. ഇപ്പോൾ തിരുവനന്തപുരം സ്വദേശിയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ അവർക്ക് ഈ പറഞ്ഞ് പൂർത്തിയാക്കാൻ പോലും കഴിയുന്നില്ല. പണ്ടെങ്കോ നടന്ന ഒരു സംഭവം, അല്ലെങ്കിൽ ഇപ്പോഴും ജോലി ചെയ്യുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല, നടന്നു കഴിഞ്ഞ ഒരു സംഭവം ഓർത്തെടുക്കുമ്പോൾ പോലും അവർക്ക് ആ വാക്കുകൾ കിട്ടുന്നില്ല. താൻ അനുഭവിച്ച ക്രൂരതയുടെ എന്താണ് തിരുവനന്തപുരം സ്വദേശിനിയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ബിനിൽ? സേതു പറഞ്ഞതുപോലെയാണ് 2018 ഇവർ ഈ HPL ജോലി ചെയ്തത്. ആ സമയത്തെ അനുഭവമാണ്. കൊച്ചിയിൽ മാത്രമല്ല വയനാട്ടിലും ഈ യുവതി ജോലി ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു കാര്യം ആ കുട്ടി വെളിപ്പെടുത്തുന്നത് ഒപ്പം ജോലി ചെയ്യുന്ന ആൺകുട്ടികളുടെ അടിവസ്ത്രം വരെ കഴുകേണ്ടി വന്നിട്ടുണ്ട്, അത് വാഷ് ചെയ്ത് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് എന്നാണ് ഈ കുട്ടി പറയുന്നത്. അത് ഈ പണിഷ്മെന്റിന്റെ ശിക്ഷയുടെ ഭാഗമാണ്. ടാർഗറ്റ് പലപ്പോഴും അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ടാർഗറ്റ് അച്ചീവ് ചെയ്തില്ലെങ്കിൽ ഉള്ള പണിഷ്മെന്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഇതാണ് എന്നാണ് പറയുന്നത്. കാരണം കൊച്ചിയിൽ ഇവർ താമസിക്കുന്ന മുറി, അതിന്റെ മുകൾ നിലയിൽ ആൺകുട്ടികളാണ് താമസിക്കുന്നത്. അങ്ങനെ ടാർഗറ്റ് അച്ചീവ് ചെയ്ത ആൺകുട്ടികളുടെ അടിവസ്ത്രം കൊണ്ടുവരും, അത് കഴുകി കൊടുക്കണം എന്നാണ് ഇവരോട് മാനേജർമാർ പറയുക. മാത്രമല്ല മറ്റൊരു ശിക്ഷ എന്ന് പറയുന്നത് ഉപ്പ് കഴിപ്പിക്കലാണ്. മറ്റൊന്ന് മുട്ടിൽ ഇഴയിക്കുക. നമ്മൾ ദൃശ്യങ്ങൾ നേരത്തെ ഷീന പുറത്തുവിട്ട വാർത്തയിൽ ദൃശ്യങ്ങൾ കണ്ടതാണ്. മുട്ടിൽ ഇഴയുന്ന നായപ്പുറം നടത്തിയത് നമ്മൾ കണ്ടതാണ്. സമാനമായ രീതിയിലും താൻ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എന്നാണ് ഈ കഴക്കൂട്ട് സ്വദേശിനിയായ യുവതി ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. സേതു പറഞ്ഞതുപോലെ തന്നെയാണ്. അവരോട് നമ്മൾ നേരിട്ട് സംസാരിച്ചപ്പോൾ തന്നെ അവർക്കത് പൂർത്തീകരിക്കാൻ പറഞ്ഞ് മുഴുപ്പിക്കാൻ കഴിഞ്ഞില്ല. വിങ്ങിപ്പൊട്ടുകയായിരുന്നു പല ഘട്ടങ്ങളിലും. അതുകൊണ്ട് നമുക്ക് പൂർണ്ണമായും അവരോട് സംസാരിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ അതിനുശേഷവും നമ്മൾ സംസാരിച്ചു. അവർ പറയുന്നത് താൻ ആദ്യം ട്രെയിനി ആയിരുന്ന സമയത്ത് പലപ്പോഴും ഇത്തരത്തിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം വയനാട്ടിലെത്തിയ ശേഷം മാനേജറായി, തുടർന്ന് കൊച്ചിയിലേക്ക് തിരിച്ചെത്തിയപ്പോഴാണ് ഇത്തരത്തിൽ താൻ മാനേജറായിട്ട് സമാനമായ രീതിയിൽ ട്രെയിനികൾ
കുട്ടികളെ ഈ രീതിയിൽ ശിക്ഷ നടപ്പിലാക്കിയത്. പക്ഷേ ആ ഘട്ടങ്ങളിലൊന്നും അതൊരു കുറ്റകൃത്യമാണെന്ന് തനിക്ക് ബോധ്യമുണ്ടായിരുന്നില്ല. കാരണം ട്രെയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ മുകളിലുള്ള ആളുകൾ പറയുന്നത് നിങ്ങൾ ഇത് ചെയ്യണം, ചെയ്തേ പറ്റൂ, കാരണം നിങ്ങൾ ഇത് അനുഭവിച്ച ആളുകളാണ്, അതുകൊണ്ട് നിങ്ങൾ ആ ടാർഗറ്റ് അച്ചീവ് ചെയ്ത് നിങ്ങൾ മാനേജർമാരായിരിക്കുന്നു, അതുകൊണ്ട് സമാനമായ ശിക്ഷ നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയണം, അത് കൊടുത്താൽ മാത്രമേ അവരും ആ രീതിയിൽ വളരുകയുള്ളൂ. അങ്ങനെ ആ ബോധ്യത്തിലേക്ക് ഇവർ എത്തിക്കുകയാണ്. അതുകൊണ്ട് ആ കുട്ടി പറയുന്നുണ്ട് ആ സമയത്ത് തനിക്കിതൊരു കുറ്റകൃത്യമാണ് എന്ന് ബോധ്യപ്പെട്ടില്ല. മാത്രമല്ല ഇപ്പോൾ പുറത്തു വന്ന നേരത്തെ കൊച്ചിയിൽ ഇപ്പോൾ ക്ഷീരപുറത്തോട് വാർത്തയിലെ മനാഫ്, ആ മനാഫിനും ഒരുപക്ഷെ ഇത് കുറ്റകൃത്യം ാണ് എന്ന് ബോധ്യമുണ്ടായിരിക്കില്ല. കാരണം ആ രീതിയിലേക്ക് അവരെ പറഞ്ഞ് പഠിപ്പിച്ച് വെച്ചിരിക്കുകയാണ്, ഇത് ചെയ്യിപ്പിക്കണം, എന്നാൽ മാത്രമേ മാനേജറായി വരാൻ കഴിയുള്ളൂ എന്ന് പഠിപ്പിച്ചിട്ടുണ്ടാവും. അങ്ങനെ ആയിരിക്കാം ഒരുപക്ഷെ ചെയ്തതെന്നാണ് ഈ കുട്ടി പറയുന്നത്. എന്തായാലും ഇപ്പോഴാണ് തനിക്ക് ഇതൊരു കുറ്റകൃത്യമാണ്, അതായത് അവിടെ ഇപ്പോൾ കുട്ടി ജോലി ചെയ്യുന്നില്ല, അവിടെ നിന്ന് 2020 കൂടി അവിടെ നിന്നും ജോലി മതിയാക്കി അവർ ഇറങ്ങുകയായിരുന്നു. അതിനുശേഷമാണ് താൻ ചെയ്തതെല്ലാം കുറ്റകൃത്യമാണ്, അത് ശരിയായ നടപടിയായിരുന്നു തിരിച്ചറിഞ്ഞത്. എന്തായാലും വയനാട്ടിൽ ജോലി ചെയ്തപ്പോൾ പോലും വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് അനുഭവിച്ചു എന്നാണ് ഈ യുവതി പറയുന്നത്. 2018 പ്രളയമുണ്ടായിരുന്നു, വലിയ ഉരുൾപൊട്ടൽ അവിടെ വയനാട്ടിലുണ്ടായിരുന്നു. ആ ഉരുൾപൊട്ടൽ സമയത്ത് പോലും ആ ഘട്ടത്തിൽ പോലും തന്നോട് ജോലി ചെയ്യാൻ വേണ്ടി ഇവർ നിർബന്ധിച്ചു. പലപ്പോഴും ടാർഗറ്റ് അച്ചീവ് ചെയ്തു, അതായത് ഡെയിലി 2000 മിനിമം. ആ 2000 അച്ചീവ് ചെയ്താൽ പോലും പലപ്പോഴും ഈ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. പിന്നീട് മാനേജർ ആയപ്പോൾ പോലും 20,000 രൂപയാണ് അന്ന് ശമ്പളം പറഞ്ഞിരുന്നത്. പക്ഷേ ആ സമയത്ത് പോലും ചില കുറ്റങ്ങളുടെ പേരിൽ, തെറ്റുകളുടെ പേരിൽ ആ പണം നൽകിയിട്ടില്ല. 8,000 രൂപ വരെ മാക്സിമം, അത്ര മാത്രമാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. ആ ഘട്ടത്തിലാണ് ജോലി മതിയാക്കി ഇറങ്ങിയത് എന്നാണ് ഈ യുവതി പറയുന്നത്. നേരത്തെ സേതു പറയുന്ന പോലെ തന്നെ ഈ കുട്ടി വലിയ രീതിയിൽ അവരിപ്പോഴും, കാരണം ഇത്രയും 5 വർഷമായി ആ ജോലി വിട്ട് അവർ ഇവിടേക്ക് തിരുവനന്തപുരത്തേക്ക് മറ്റ് ജോലിയുമായി ബന്ധപ്പെട്ട് പോന്നിട്ട്, പക്ഷേ ആ ഓർമ്മകൾ പറയുമ്പോഴും ഇപ്പോഴും വലിയ ബുദ്ധിമുട്ട് തീർച്ചയായും